ഞാൻ ആദ്യം വിചാരിച്ചതെന്താണെന്ന് വെച്ചാൽ ഫിഫയ്ക്ക് ഒരു ടെക്നിക്കൽ പാനലുണ്ട്, ഇവരാണ് ഓരോ കളിയും അനലൈസ് ചെയ്ത് ഓരോ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും കോൺട്രിബ്യൂഷനും നോക്കിയിട്ട് പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് കൊടുക്കുന്നത് എന്നാണ്. പക്ഷേ പോർച്ചുഗലിൻ്റെ ലാസ്റ്റത്തെ മാച്ച് കണ്ടതിന് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മാൻ ഓഫ് ദി മാച്ച് കൊടുത്തപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് റൊണാൾഡോയ്ക്ക് കൊടുത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് മുന്നത്തെ കളി ലമീൻ യമാലിന് കൊടുത്തത്. ഓർസബാൽ കറക്റ്റ് 2 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിലും വൈ ദിസ് മാൻ ഓഫ് ദി മാച്ച് ഹാപ്പൻസ് ലൈക്ക് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ബിറ്റ്വീൻ ദ ബെസ്റ്റ് പ്ലെയർ ആൻഡ് എ ഫേമസ് പ്ലെയർ. എന്നിട്ട് ഞാൻ ഇപ്പോൾ നോക്കുമ്പോഴാണ് ഇത് എൻ്റെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും, അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കഥറുള്ളിൽ പോവാം. ഫിഫയുടെ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് ഈസ് കംപ്ലീറ്റ്ലി എ ജോക്കിനോട് ചോദിക്കുകയാണെങ്കിൽ. ഈ മാൻ ഓഫ് ദി മാച്ച് ഫിഫാസ് ഫേമസ് അല്ലെങ്കിൽ ഫിഫയുടെ പ്ലെയർ ഓഫ് ദി മാച്ച് അല്ല, ഇത് ഫാൻസിൻ്റെ പ്ലെയർ ഓഫ് ദി മാച്ചാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മാൻ ഓഫ് ദി മാച്ച് പ്ലെയർ നമുക്ക് കളികളിൽ സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇത് ഫാൻസ് വോട്ട് ചെയ്തിട്ട് നേടിക്കൊടുക്കുന്ന പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡാണ്. സോ ഫോർ മീ ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ജോക്ക്. കാരണം ഇതൊരു അഫ്കോഴ്സ് മാൻ ഓഫ് ദി മാച്ചാണ്, പ്ലെയറിന് ട്രോഫി ഉണ്ട്, ഫോട്ടോഷൂട്ട് കിടക്കുന്നുണ്ട്, ഓക്കെ വെരി ഗുഡ്. ബട്ട് ഇത് ശരിക്കും പ്ലെയർ ഓഫ് ദ മാൻ ഓഫ് ദി മാച്ച് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലാട്ടാ. ഇത് എല്ലാ ഫാൻസിനും വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക് ഫിഫ പ്രൊവൈഡ് ചെയ്തിട്ട് ആ ലിങ്കിലൂടെയാണ് ഈ ഗോള് അല്ലെങ്കിൽ ഈ മാൻ ഓഫ് ദി മാച്ച് തിരഞ്ഞെടുക്കുന്നുള്ളതാണ് സത്യം. സോ നിങ്ങൾ വിചാരിക്കാം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോർച്ചുഗലിൻ്റെ കളിയാണെങ്കിലും അല്ലെങ്കിൽ അർജൻറ്റീനയുടെ കളിയാണെങ്കിലും അല്ലെങ്കിൽ സ്പെയിൻ്റെ കളിയാണെങ്കിലും നമ്മൾ കണക്കുകൾ കൂട്ടിയും കിഴിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വൈ ഇയാളാണോ ശരിക്കും പ്ലെയർ ഓഫ് ദി മാച്ച്. ഇത് ശരിക്കും ഫേമസ് പ്ലെയറാണ്, ആൾ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്, ശരിയാണ്, ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ അർജൻറ്റീന വേഴ്സസ് കാബ് വെർദെ മത്സരം. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് മെസ്സി എക്സെപ്ഷണൽ ഗെയിമായിരുന്നു, ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ചിട്ടുണ്ട്, ടീമിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കിഡിലൻ ഒരു ഗോളും അടിച്ചിട്ടുണ്ട്, മെസ്സി അർഹനാണ്. ബട്ട് വൊസീഞ്ഞ എന്ന് പറയുന്ന ഗോൾ കീപ്പർ, അയാൾ തട്ടിയകറ്റിയ എണ്ണമറ്റ ഗോളുകൾ, അയാളുടെ പെർഫോമൻസ് ഓഫ് ദ ഡേ, ആ ഒരു കളിയിൽ വൊസീഞ്ഞ ബോക്സിൽ പോസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അർജൻറ്റീനയ്ക്ക് ഈ സ്കോറും കാബ് വെർദെനെ ഇന്ന് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യില്ലായിരുന്നു എന്നാണ് എൻ്റെ ടേക്ക്. ഇത്രയും സേവുകൾ അയാൾ 1-1 പോലും, 2 ഫ്രീ കിക്ക് അടക്കം 1-1 അടക്കം ഇഷ്ടം പോലെ സേവ് അയാൾ ചെയ്തപ്പോൾ ശരിക്കും അയാളായിരുന്നു മാൻ ഓഫ് ദി മാച്ച് കിട്ടേണ്ട ആൾ. അല്ലെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ് മെസ്സിക്ക് ഒരു ഗോളും ഒരു അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ട് 2 ഗോൾ കോൺട്രിബ്യൂഷനും ചെയ്ത് കിഡിലനായി ഡിഫെൻഡ് ചെയ്തൊരു പ്ലെയറാണ്. അയാൾക്ക് എന്തുകൊണ്ട് മാൻ ഓഫ് ദി മാച്ച് കൊടുത്തില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് ഞാൻ ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്, റെഫർ ചെയ്യുന്നത്. സോ അത് നിങ്ങളുടെ അടുത്തും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. മാൻ ഓഫ് ദി മാച്ച് ഓഫ് ദിസ് വേൾഡ് കപ്പ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ജോക്ക്. ബിക്കോസ് ഇത് മാൻ ഓഫ് ദി മാച്ച് അല്ല, ഇത് ഫാൻസ് സെലക്ട് ചെയ്യുന്ന അവരുടെ ഫേമസ് അല്ലെങ്കിൽ അവരുടെ മോസ്റ്റ് പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറിനെ തിരഞ്ഞെടുക്കുകയാണ്. സോ ഇൻ ഫൈനൽ ഓൾസോ ഇനിയിപ്പോൾ എന്താ പറയുക, അർജൻറ്റീന ഫൈനലിൽ എടുക്കുകയാണ്, അല്ലെങ്കിൽ പോർച്ചുഗൽ വിറ്റീഞ്ഞയുടെ ഗോളിൽ കപ്പെടുക്കുകയാണ്, അല്ലെങ്കിൽ അർജൻറ്റീന യൂലിയൻ അൽവാരസിൻ്റെ ഗോളിൽ കപ്പെടുക്കുകയാണ്, അല്ലെങ്കിൽ ബ്രസീൽ കസമിറോൻ്റെ ഗോളിൽ കപ്പെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ കളികളിലെല്ലാം മാൻ ഓഫ് ദി മാച്ച് നേടാൻ പോകുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും വിനീഷ്യസ് ജൂനിയറും ആവും എന്നുള്ളതാണ് ആ നഗ്ന സത്യം. സോ മാൻ ഓഫ് ദി മാച്ച് കണ്ടിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇത് ആരെങ്കിലും അറിയണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് എന്തായാലും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ പാക്കലാം.